എന്ത് മധുവാ? മുല്ലശ്ശേരി മധു. മധു മുല്ലശ്ശേരി. അയ്യരെ, ഇവിടെ കണ്ടാലേ തലയ്ക്ക് ലൂസാണെന്ന് തോന്നുന്ന പാർട്ടി വല്ലേരും ഇവിടെ താമസമുണ്ടോ? എന്ത് മധുവാ? മുല്ലശ്ശേരി മധു ഇറങ്ങിപ്പോയി. എന്താ കാരണം? അധികാരം, എപ്പോഴും അധികാരം വേണം. പന്നിക്ക് കൈയും കാലും വെച്ചടങ്ങിയിരിക്കുന്ന ഈ മനുഷ്യനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പിറകിലുള്ള രമ്യഹർമ്മം. മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇന്ന് ബി.ജെ.പിയിൽ ചേരും. ഇന്നലെ മധു മുല്ലശ്ശേരിയെ CPM പുറത്താക്കിയിരുന്നു. നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണുന്ന പോലെ ബി.ജെ.പിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നേരിട്ടെത്തിയാണ് മധു മുല്ലശ്ശേരിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. സുരേഷ് ഗോപി ഷോളനേജ് സ്വീകരിച്ചു. ബി.ജെ.പി ആസ്ഥാനമായ മാരാർജി ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാർട്ടി അംഗത്വം നൽകും. ഒരു കണക്കിന് നമ്മളാണ് മക്കളെ യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ. നമുക്ക് കൊട്ടാരമെന്നോ കുടിലെന്നോ വ്യത്യാസമില്ല. നമുക്ക് വേണ്ടത് കൊട്ടാരത്തിലും കിട്ടും, കുടിലും കിട്ടും. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു CPM-ന്റെ മധു മുല്ലശ്ശേരി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ വി മുരളീധരൻ അടക്കമുള്ളവർ അങ്ങയെ കണ്ടു, സന്ദർശിച്ചു. അങ്ങ് BJP-യിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. നാളെയാണ് അംഗത്വം സ്വീകരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന്. എന്ത് തോന്നുന്നു ഈ നിമിഷം? വർഷങ്ങളോളം പാർട്ടി നൽകിയ ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അളിയെ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല, ഒത്തിരി ലേറ്റ് ആയില്ലേ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ? സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ. ഓ, അത് ഭയങ്കരം തന്നെ. ഇയാൾ ഈ രൂപത്തിലും ഭാവത്തിലും എല്ലാം പാർട്ടിയിൽ വന്നപ്പോഴും ഞങ്ങൾ കൊടുത്ത ക്ലാസുകളും ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളും ഒന്നും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പോയില്ല. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഏതായാലും പോയി കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ഊർജം നൽകുന്ന ഒന്നാണ് എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. നിന്ന പ്രസ്ഥാനത്തിൽ നിന്നും മാറി മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി മുഹൂർത്തം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. BJP-യിൽ ചേർന്നത് ആശയപരമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. വർഷക്കാലം ഞാൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്. ആ രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ കാണാതെ എന്ന് തൊട്ട് BJP-യുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളായി കാണണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിച്ചെനിക്ക്. 6 മാസം കൊണ്ട് സ്വന്തമായി ഭൂമി വാങ്ങി 6 മാസം കൊണ്ട് വളരെ മനോഹരമായ ഒരു ഓഫീസ് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. ഏതാണ്ട് 16 ലക്ഷം രൂപ ബാലൻസ് വന്നു. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. എന്ത് മധുവാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഈ മുഹൂർത്തം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. മോനെ എന്ന പ്രസ്ഥാനത്തിൽ നിന്നും മാറി മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാൻ. സുരേഷ് ഗോപി ഷോളനേജ് സ്വീകരിച്ചു. 42 വർഷക്കാലം ഞാൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്. ആ രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ കാണാതെ എന്ന് തൊട്ട് BJP-യുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളായി കാണണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇത് മഹാത്മാഗാന്ധി ഒന്നല്ല, ഇത് കമലന്റെ അച്ഛൻ ചെത്തുകാരൻ ബാലൻ. പല ഏരിയ സെക്രട്ടറിമാരും അനുഭവിക്കുകയാണ്. പക്ഷെ അവർക്കാർക്കും പറയാനായിട്ട് കഴിയുന്നില്ല, പറയാൻ പേടിയാണ്. കടയിൽ വായിക്കണം, അതിന്റെ അപ്പുറത്ത് കാണുമ്പോൾ പോകണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാളെ പറ്റിയായിരുന്നു മുഴുവൻ വിമർശനവും. ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സഖാവ് ശശിയാശൻ.
ഈ സ്വീകരണത്തിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അത്യധികം കടപ്പെട്ടിരിക്കുന്നു. കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി കാവിലമ്മേ ശക്തി തരൂ. ശക്തി, ഇതാ ശക്തി. അപ്പൊ പാർട്ടികൾ വീണ്ടും കാണാം. ചൂള്ള ചായ്ക്കും.